ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ശുക്രന് രാശിമാറ്റം സംഭവിക്കുന്നത് മെയ് മാസം 31 അതായത് നാളത്തെ ദിവസം ശുക്രരാശിമാറ്റം സംഭവിക്കുന്നു. എന്താണ് ശുക്രരാശിമാറ്റത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ശുക്രൻ രാശി മാറുന്നത് മേടം രാശിയിലേക്കാണ്. ശുക്രൻ എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ശുക്രൻ രാശിക്ക് വളരെ നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയം 12 രാശികളിൽപ്പെട്ട ചില രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരും. അതായത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട സുഖങ്ങൾ, അത് ശരീരത്തിൻ്റെ ആരോഗ്യമാണെങ്കിലും സാമ്പത്തികപരമായിട്ട് പണം സംബന്ധിച്ചിട്ടുള്ള ഒരു ഉയർച്ച, ഒരു നേട്ടങ്ങളാണെങ്കിലും, ദാമ്പത്യ കുടുംബജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷം, സുഖം, സമാധാനമാണെങ്കിലും, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പല നല്ല കാര്യങ്ങൾ, സ്വന്തമായ ഒരു ഭൂമി, വീട്, അതുപോലെ വണ്ടി വാഹന യോഗങ്ങൾ, ഇങ്ങനെ എല്ലാവിധ സുഖസൗകര്യങ്ങളും നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതം നോക്കുമ്പോൾ നമുക്കൊരു നല്ല സമയം, നല്ല കാലം, ഒരു നന്മ സംഭവിക്കണമെങ്കിൽ അതിന് ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ കാലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഒരു നിമിഷം മതി ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹവും അങ്ങനെ തന്നെയാണ്. ശുക്രൻ രാശിക്ക് നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ രാശികളിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ വിട്ടുമാറി ലൗകിക ജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരും. ഈ ഒരു ശുക്രരാശി മാറ്റം മെയ് 31 നാളെ സംഭവിക്കുമ്പോൾ 12 രാശികളിൽപ്പെട്ട ഒരു 6 രാശികളിൽ വരുന്ന 18 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ വലിയ നന്മകൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും, നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്പോൾ ശുക്രദശ ജനന ജാതകപ്രകാരം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണോ നടക്കുന്നത്, നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രൻ ശുഭനാണോ പാപനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ പറയുന്നത് രാശിയിൽ ആ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഗുണഫലങ്ങൾ, നന്മകളെ പറ്റിയാണ്. രാശിഫലം ഒരു പൊതുഫലമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മളൊരു രാശിക്ക് ഒരു ഗുണഫലം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദോഷഫലം പറഞ്ഞാൽ ആ രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഒരുപോലെ അനുഭവത്തിൽ വരില്ല. ആ ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതിന് പ്രധാന കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും ആ ജാതകത്തിലെ മറ്റ് ഗ്രഹസ്ഥിതികളും ഒക്കെയാണ് അതിന് പ്രധാന കാരണം. പലരും യൂട്യൂബിലും മറ്റും പറഞ്ഞ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അവരവരുടെ ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഒരു നല്ല അറിവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ഏറ്റവും ഉത്തമമായ ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം. മിഥുനം രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം നൽകുന്നത്. ശുക്രൻ നിങ്ങൾക്ക് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. മേടമെന്ന് പറയുമ്പോൾ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനം, ഈ സ്ഥാനത്തേക്കാണ് ശുക്രൻ നിങ്ങൾക്ക് രാശി മാറി വരുന്നത്. അപ്പോൾ പൊതുവെ ഈ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരുപാട് ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളിൽ പലർക്കും സ്വന്തമായൊരു ഭൂമി, ഗൃഹമെന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നൽകും. പലരും സ്വന്തമായി ഭൂമി വാങ്ങുക, ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുന്ന കാലഘട്ടമൊക്കെ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകും. അതുപോലെ ശുഭചിലവുകൾ, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള ശുഭകാര്യങ്ങൾ നടക്കുക, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കുക, അതുപോലെ വണ്ടിവാഹന യോഗങ്ങൾ, കുടുംബത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം, ഒരു കാലമാണ്. ശുക്രരാശിമാറ്റത്തോടുകൂടി വിവാഹ കാര്യങ്ങൾ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മംഗളകരമായിട്ടുള്ള വിവാഹം നിങ്ങൾക്ക് നടക്കുന്ന ഒരു സമയവുമാണ് ശുക്രരാശിമാറ്റം നൽകുന്നത്.
പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൂർവിക വഴിയിൽ എന്താണോ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ, അത് പിതാവിൻ്റെ ആണെങ്കിലും മാതാവിൻ്റെ ആണെങ്കിലും ആ പൂർവിക വഴിയിൽ ആ നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ശുക്രരാശി മാറ്റം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം നൽകുന്ന അനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ മിഥുനരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന എല്ലാവിധ സങ്കടങ്ങളും പരിഹരിക്കപ്പെടുന്ന കാലഘട്ടം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, വിദേശ ജോലി ലഭിക്കുക, വിദേശ പഠനം സാധ്യമാവുക, ഉയർന്ന ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കുക, അവരുടെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ മാറി കുട്ടികൾക്ക് നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുക, അവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുക, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മിഥുനരാശിക്കാരായ മാതാപിതാക്കൾക്കും അനുഭവത്തിൽ വരും. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിന് ഒരു സ്വസ്ഥത, സുഖം, സമാധാനം ലഭിക്കുന്ന നല്ല നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് വന്നു ചേരുന്നത്. പൊതുവേ ഈ ഒരു ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് വളരെ ഉത്തമമാണ്. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതുപോലൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങളെ സംബന്ധിച്ച് ചിലവുകളൊക്കെ വിട്ടുമാറി ചെറുതാണെങ്കിൽ പോലും ഒരു സേവിങ്സ്, ഒരു സമ്പാദ്യം ലഭിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഒരു പണം, ഒരു ധനം നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവുക, ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ നൽകും. അത്രമേൽ ശുഭത്വം നൽകുന്ന ഗ്രഹമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയം, ഒരു കാലമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ നല്ല സമാധാനം, സുഖം ലഭിക്കും. പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കൊരു പരിഹാരം ലഭിക്കുന്ന ഒരു കാലഘട്ടം. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ, ഈ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു നല്ല മാറ്റമാണ്, ഒരു പരിഹാരമാണെന്ന് മനസ്സിലാക്കുക. അത്രമേൽ സാമ്പത്തിക നേട്ടങ്ങളാണെങ്കിലും എല്ലാവിധത്തിലുള്ള നന്മകളും ആരോഗ്യപരമാണെങ്കിലും കുടുംബപരമാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു നല്ല സമയമാണ്. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അവരുടെ ജീവിതത്തെപ്പറ്റി അറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ഭാവിയിൽ നൽകും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ മിഥുനരാശിക്കാർക്ക് ശുക്രരാശി മാറ്റം എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് വളരെ ഉത്തമമാണ്. മേടം രാശി എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് അത് കുജൻ്റെ രാശിയാണ്, ചൊവ്വയുടെ രാശിയാണ് മേടമെന്ന് പറയുന്നത്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ ഭാഗ്യാധിപതിയായ ചൊവ്വയുടെ രാശിയിൽ നിങ്ങൾക്ക് ശുക്രൻ വരുമ്പോൾ അത് 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഈ ഒരു സമയം നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വളരെയധികം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമയമാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ ശുക്രൻ തനിക്ക് സമനായിട്ട് കാണുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഭാഗ്യസ്ഥാനം കൂടെ ആകുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് അത് വളരെ വളരെ ഉത്തമമാണ്. ഈ ഒരു കാലഘട്ടം വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും ജീവിത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. ചിലരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു ഭാഗ്യം, അത് ഒരു സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ വിദേശ ജോലിക്ക് പരിശ്രമിച്ച് അതുപോലുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച വിദേശ രാജ്യത്തൊക്കെ ഒരു ജോലി ലഭിക്കുന്ന നല്ല ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിൽ നല്ലൊരു ഉയർച്ച ലഭിക്കുന്ന സമയം. നിങ്ങൾ ഏറെക്കാലങ്ങളായി ആഗ്രഹിച്ചിരുന്നൊരു പദവി ഉയർച്ചയോ ഒരു നല്ല സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ സംബന്ധമായിട്ട് വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയാണ് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം. ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, അതല്ല ഒരു സ്വന്തമായൊരു തൊഴിൽ, ഒരു ബിസിനസ് നടത്തുന്നവരാണെങ്കിലും അതിലൊക്കെ നല്ല നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, സാമ്പത്തികപരമായ ഉന്നതി, പുരോഗതി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം.
അതുപോലെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഭൂമികാരകനാണ്. ആ ഭൂമികാരകനായ ഗ്രഹത്തിൻ്റെ രാശിയിലേക്ക് ശുക്രൻ വരുന്നു. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനമാകുമ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതായത് ഇപ്പോൾ ഒരു ഭൂമി കൈവശമുണ്ട്, ആ ഭൂമി വിൽക്കാൻ കുറച്ച് നാളായി ശ്രമിക്കുന്നു, അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് പല കടബാധ്യതകളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോയവരാണ്. അതിന് സാധിക്കാത്തവരാണെങ്കിൽ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ആ ഭൂമി വിൽക്കുവാനും അതിൽ നിന്ന് ലഭിക്കുന്ന പണം നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുകയും ചെയ്യും. അതുപോലെ സ്വന്തമായൊരു ഭൂമി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക്, ഒരു ഭൂമി വാങ്ങണം അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു കാലഘട്ടം വളരെ വളരെ ഉത്തമമാണ്. അനുയോജ്യമായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചിങ്ങം രാശിക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളിൽ നിന്ന് മുക്തി ലഭിച്ച് ശാരീരികപരമായിട്ടുള്ള ഒരു ഉന്മേഷം, ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന സമയം. നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകൾ ഫലപ്രദമാകുന്ന ഒരു കാലമാണ്. മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു കാലമാണ് ഈ ശുക്രൻ നിങ്ങൾക്ക് നൽകുന്നത്. അങ്ങനെ ഭാഗ്യം പലർക്കും പലതരത്തിലാണ് ജീവിതത്തിൽ അനുഭവത്തിൽ വരിക. ഈ ശുക്രരാശി മാറ്റം ചിങ്ങം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല ഗുണഫലങ്ങൾ നൽകും. ശുക്രൻ കളത്രകാരകൻ, ദാമ്പത്യത്തിനൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമായതുകൊണ്ട് ചിങ്ങം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ദാമ്പത്യപരമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ രണ്ട് കുടുംബങ്ങളിലായിട്ട് വേർപിരിച്ച് കഴിയുന്നത്, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അകന്നു കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്കതിനെ സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം വന്നു ചേരുകയും ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ആ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി വിട്ടുമാറും. പ്രധാനമായിട്ടും ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനൊരു ശുഭാപ്തി വിശ്വാസം, സന്തോഷം, ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണഫലങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഓരോ മനുഷ്യരെയും സംബന്ധിച്ച് അവരവരുടെ മനസ്സിനെ അലട്ടുന്നത് പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളായിരിക്കാം. ഒരാൾക്ക് വരുന്ന അതേ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അയാൾക്ക് അനുഭവത്തിൽ വരുന്ന മനസ്സിൻ്റെ ബുദ്ധിമുട്ട് തന്നെ മറ്റൊരാൾക്ക് വന്നു ചേരണമെന്നില്ല. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ മാനസിക വിഷമം വന്നു ചേരുന്നത്. അത് എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറി നിങ്ങളുടെ മനസ്സിനൊരു സുഖം, സമാധാനം ലഭിക്കുന്ന കാലഘട്ടമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. ഈയൊരു ശുക്രരാശി മാറ്റം നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഒരുപാട് നന്മകൾ നൽകുന്ന ഒന്നാണ്. ഈ സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കുന്ന ദശാകാലങ്ങൾ മനസ്സിലാക്കി ദോഷഫലങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും ശുക്രരാശി മാറ്റം സർവ്വമംഗളങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റം അത്യുത്തമമായിട്ടുള്ള ഒന്നാണ്. ശുക്രൻ നിങ്ങൾക്ക് കേന്ദ്രഭാവമായ 7-ാം സ്ഥാനത്ത് 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുന്നു. ഈ ഒരു സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും, നന്മകളും, ഗുണഫലങ്ങളും വന്നു ചേരും. കാലാകാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരും. പ്രധാനമായിട്ടും തുലാം രാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ 7-ാം ഭാവം കളത്രഭാവമായതുകൊണ്ട് ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം ലഭിക്കുന്ന കാലഘട്ടമാണ്. ഏത് തരത്തിലുള്ള ദാമ്പത്യ കുടുംബ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി രണ്ട് കുടുംബങ്ങളിലായി കഴിയുന്ന വ്യക്തികളാണെങ്കിൽ പോലും അതിലൊക്കെ ഒരു വലിയ മാറ്റങ്ങളുണ്ടായി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതം ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ, ആ തെറ്റിദ്ധാരണകളൊക്കെ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ വിട്ടുമാറും. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുഭവപ്പെട്ടിരുന്ന പല ബുദ്ധിമുട്ടുകളും ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലഘട്ടം. അതുപോലെ തന്നെ ശുക്രൻ 7-ാം ഭാവമായ കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ധനപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ധനം വരുന്ന ഒരു അനുഭവം ഉണ്ടാകും.
നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു പണവരവ് നിങ്ങളിലേക്കുണ്ടാവുക. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിറവേറ്റാൻ സാധിക്കുക. ഇങ്ങനെ ഉള്ള ഒരു കാലമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ നല്ലൊരു മതിപ്പും വിലയും ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയാം. നിങ്ങൾ പറയുന്ന വാക്ക് നിങ്ങൾക്ക് ആ പറയുന്ന സമയത്ത് പാലിക്കാൻ സാധിക്കുന്ന അനുഭവം. അതുപോലെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ മറ്റുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ കുടുംബ ബന്ധങ്ങളിൽ തന്നെ ഒരു സമാധാനം, സുഖം ലഭിക്കുന്ന അനുഭവം. അതുപോലെ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി പല മംഗളകാര്യങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം നൽകുന്നത്. ഈ ഒരു സമയം പലർക്കും ഒരു ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗം, നല്ല മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുവാനുള്ള യോഗം, ഇതൊക്കെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ അവരവരുടെ കുടുംബ ജീവിതത്തിൽ ആ കുടുംബത്തിലൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ഒരു കാലഘട്ടമാണ്. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അഷ്ടമാധിപതി, അതായത് പൂർണ്ണ ശുഭം. അഷ്ടമമെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ദോഷങ്ങളല്ല. അഷ്ടമാധിപതിയായ ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ഈ മറഞ്ഞിരിക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ അത് ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് അവരവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണഫലങ്ങളായിട്ടാണ് വന്നു ചേരുക. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാലഘട്ടം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ആ ശരീരത്തിനൊരു സുഖം ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് തുലാം രാശിക്കാർക്ക് ഈ ശുക്രരാശി മാറ്റം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും നന്മകളും നൽകും. എത്ര വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു തുലാം രാശിയിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുക്രരാശി മാറ്റം വളരെ വലിയ നല്ല മാറ്റങ്ങൾ, അപ്രതീക്ഷിത മാറ്റങ്ങൾ നൽകും. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും അതുപോലെ ആരോഗ്യപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു നല്ല കാലഘട്ടമാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. കാരണം ശുക്രൻ നിങ്ങൾക്ക് അത്രമേൽ ശുഭനാണ്. നിങ്ങളുടെ ഒരുപാട് കാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും ഈ സമയത്ത് നിറവേറുന്ന അനുഭവം വന്നു ചേരും. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശുക്രരാശി മാറ്റം സർവ്വമംഗളങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം വളരെ ഉത്തമമാണ്. ശുക്രൻ നിങ്ങൾക്ക് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. അത് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ കുജൻ ചൊവ്വയുടെ രാശിയാണ് മേടമെന്ന് പറയുന്നത്. ചൊവ്വയാണ് നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി. അപ്പോൾ ചൊവ്വയുടെ രാശിയായ ആ പൂർവ്വപുണ്യസ്ഥാനത്തേക്ക് ശുക്രൻ വരുന്നത് തന്നെ ഏറ്റവും ഉത്തമമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് തന്നെയാണ് ഭാഗ്യം എന്ന് പറയുന്നതും. അപ്പോൾ ഈശ്വരാനുഗ്രഹത്താൽ ഒരുപാട് നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. എല്ലാ കാര്യത്തിലും വളരെ മംഗളകരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. അതുപോലെ ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. തീർച്ചയായിട്ടും ധാരാളം ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു സമയം ധനുരാശിക്കാരെ സംബന്ധിച്ച് കടബാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുന്ന ഒരു സമയമാണ്. രോഗദുരിതങ്ങളിൽ നിന്ന് ധനുരാശിക്കാർക്ക് മുക്തി ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ, അതുപോലെ തടസ്സങ്ങൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയം. ധനുരാശിയിൽപ്പെട്ട പലരും അവരവരുടെ കുടുംബത്തിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, അതുപോലെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലൊക്കെ അനാവശ്യമായിട്ടുള്ള എതിർപ്പ്, ഒരു ശത്രുതകളൊക്കെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. നല്ലത് ചെയ്താൽ പോലും ഒരു മോശപ്പെട്ട അനുഭവം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന്, അങ്ങനെയുള്ള എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും അതിൽ നിന്ന് മാറ്റമുണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് കരകയറുന്ന ഒരു സമയവും കൂടിയാണ്.
അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന സമയം. അനാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ഏതെങ്കിലും കേസ് വഴക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയവും കൂടിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം തീർച്ചയായിട്ടും അനാവശ്യ പാഴ്ചിലവുകൾ വിട്ടുമാറി ശുഭച്ചിലവുകളാക്കി മാറ്റുക. ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാവുക. ഇതൊക്കെ ഈ ഒരു ശുക്രരാശി മാറ്റം ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നൽകും. അതുപോലെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആ ഒരു പൂർവിക വഴിയിൽ ലഭിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു അനുഭവമാണ്. അപ്രതീക്ഷിതമായിട്ട് യാത്രകൾ ധനുരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. യാത്രകളിൽ കൂടെ നേട്ടം ലഭിക്കുന്ന സമയം. അതുപോലെ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളോ ക്ഷേത്രങ്ങളോ അങ്ങനെ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം. ധനുരാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ഒരു വിദേശ ജോലിക്കോ വിദേശവാസത്തിനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിനൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ ശുക്രരാശി മാറ്റത്തോടു കൂടി വിദേശ യാത്ര, വിദേശ ജോലി, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരും നിങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ ധനുരാശിക്കാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആശങ്ക വിട്ടുമാറി സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ സന്താനങ്ങൾക്ക്, കുട്ടികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ധനുരാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ഭാവി, നല്ലൊരു നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. സന്താനങ്ങളെ കൊണ്ടും ധനുരാശിക്കാരായ മാതാപിതാക്കൾക്ക് ഒരു നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭവുമാണ്. എല്ലാ തരത്തിലും നിങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹമാണ് ഏറ്റവും അധികം ഉള്ളത്. ഈശ്വരാനുഗ്രഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിട്ടുമാറും. ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ ശുക്രരാശി മാറ്റം അത്യുത്തമമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് എല്ലാ മംഗളങ്ങളും ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒന്നാണ്. ശുക്രൻ 4-ാം ഭാവമായ സുഖസ്ഥാനത്ത്, കേന്ദ്രസ്ഥാനത്ത് നിങ്ങൾക്ക് സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുകയാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങളെ സംബന്ധിച്ച് യോഗകാരകനായ ഗ്രഹമാണ്. അതായത് മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും യോഗഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ആ ശുക്രൻ നിങ്ങൾക്ക് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ 4-ാം ഭാവം സുഖസ്ഥാനം കൂടായതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ വന്നു ചേരുന്ന അനുഭവം ലഭിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സുഖാനുഭവം വന്നു ചേരണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് മുന്നോട്ട് പോകണം. ഒരു നല്ല ജോലി, നല്ല വരുമാനം, നല്ല ആരോഗ്യം, വിവാഹിതനാണെങ്കിൽ ദാമ്പത്യ കുടുംബ സൗഖ്യം, അതുപോലെ വിവാഹത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ അനുയോജ്യമായ മംഗളകരമായ വിവാഹം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖം, സമാധാനം ലഭിക്കുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകും. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് കർമ്മകാരകനാണ്, ജീവനസ്ഥാനത്തിൻ്റെ അധിപതി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണോ ഇപ്പോൾ മകരം രാശിക്കാർക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്, അവരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, കർമ്മം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഏറെക്കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു മാറ്റങ്ങൾ, അത് ചിലർ ഒരു പദവി ഉയർച്ച ശ്രമിക്കുന്നവർ, ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ, ഇടം മാറ്റം, സ്ഥാനമാറ്റമൊക്കെ ലഭിക്കും. അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന മകരം രാശിക്കാർക്കും കാലം വളരെ ഉത്തമമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക. അതുപോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ട പേപ്പർ വർക്കുകൾ മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റം പലർക്കും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. എല്ലാ കാരണങ്ങൾ കൊണ്ടും ശുക്രരാശി മാറ്റം വളരെ ഉത്തമമാണ്. സ്വന്തമായൊരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ച് ആ ബിസിനസ്സിൽ, കർമ്മത്തിലൊക്കെ ഒരു നല്ല നേട്ടം, ഗുണഫലങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഏത് ജോലി, ഏത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കർമ്മം വളരെയധികം ഉയരുകയും ആ കർമ്മത്തിൽ കൂടെ ധാരാളം ധനവരവ്, സമ്പാദ്യം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കർമ്മത്തിൽ വളരെ ശ്രേഷ്ഠത, ഉന്നതിയിൽ എത്തുന്ന ഒരു സമയം. എല്ലാം കൊണ്ടും വളരെ ഉത്തമമാണ്.
അതുപോലെ തന്നെ നിങ്ങൾ മകരം രാശിക്കാർക്ക് ദാമ്പത്യ സൗഖ്യം നൽകുക, അതുപോലെ നല്ല അനുയോജ്യമായ വിവാഹം, ഇതൊക്കെ ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകും. ഈശ്വരാനുഗ്രഹം വളരെയധികം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. 4-ാം ഭാവം എന്ന് പറയുന്നത് കേന്ദ്രസ്ഥാനവും മാതാവിനെ കുറിക്കുന്ന ഭാവം കൂടെ ആയതുകൊണ്ടും അത് ഗൃഹത്തിനെ കുറിക്കുന്ന ഭാവമായതുകൊണ്ടും ആ രീതിയിലുള്ള നേട്ടങ്ങൾ, അതായത് മകരം രാശിക്കാരായ വ്യക്തികളെ സംബന്ധിച്ചൊരു വീട് എന്നുള്ളൊരു സ്വപ്നം, ആ ഒരു ഗൃഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ആ ഒരു ആവശ്യം അത് നിറവേറുന്ന ഒരു സമയമാണ്. അതായത് പലർക്കും ഈ സമയം സ്വന്തമായിട്ട് ഭൂമി വാങ്ങാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുമുള്ള ഒരു സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഇപ്പോൾ നിങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം പുതുക്കി പണിയുവാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഗൃഹം സംബന്ധമായിട്ടുള്ള പല പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്തവർക്ക് ഈ ശുക്രരാശി മാറ്റം അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുന്ന ഒരു ഈശ്വരാനുഗ്രഹം നൽകും. അതുപോലെ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ, മാതാവിനെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി മാതാവിന് നല്ല ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. അതുപോലെ മാതാവിനാൽ മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അപ്രതീക്ഷിത ഗുണഫലങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയവും. എല്ലാം കൊണ്ടും ശുക്രരാശി മാറ്റം നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഗുണഫലം ലഭിക്കും. നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പണം വന്നു ചേരും. പണത്തിൻ്റെ കുറവ് കൊണ്ട് ആവശ്യങ്ങൾ നടക്കാതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും ആ പണം സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. അത്രമേൽ കാലം സമയം മകരം രാശിക്കാർക്ക് ഉത്തമമാണ്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ മകരം രാശിക്കാർക്ക് എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് സാമ്പത്തികപരമായി അത്രമേൽ ശ്രേഷ്ഠമായ ഒരു കാലമാണ്. കാരണം ശുക്രൻ നിങ്ങൾക്ക് 2-ാം ഭാവമായ ധനസ്ഥാനത്തേക്ക് വരുന്ന സമയമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ധനകാരകനായ ഗ്രഹം, ധനസ്ഥാനത്തിൻ്റെ അധിപതി തന്നെ കുജനാണ്, ചൊവ്വ. ആ ചൊവ്വയുടെ രാശിയായ മേടത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. അത് നിങ്ങൾക്ക് ധനസ്ഥാനമായിട്ടും വരുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ, ഉയർച്ചകൾ ലഭിക്കുന്ന കാലഘട്ടമാണ് ശുക്രരാശി മാറ്റം. എത്ര വലിയ കടബാധ്യതകളോ സാമ്പത്തിക പ്രയാസങ്ങളോ അനുഭവിക്കുന്ന ഒരു മീനം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ആ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അത് കടബാധ്യതകൾ പരിഹരിക്കുന്നതിനും നിങ്ങളുടെ സ്വന്തം അതുപോലെ തന്നെ കുടുംബ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമൊക്കെയുള്ള പണം തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഏറ്റവും അത്യുത്തമമായ ഒരു കാലഘട്ടമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അത്രമേൽ ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ശുക്രരാശി മാറ്റം ഓരോ വ്യക്തികൾക്കും നൽകുന്നത്. കുടുംബ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ നിങ്ങൾ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറി കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന സമയം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും മീനം രാശിക്കാരായ ദമ്പതികൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും വിഷമതകളും വിട്ടുമാറി നിങ്ങൾക്കൊരു ദാമ്പത്യ സുഖം, ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്ന ഒരു സമയം, കാലമാണ്. നിങ്ങളുടെ വാക്കിനൊക്കെ മറ്റുള്ളവർ നല്ല മതിപ്പും വിലയും നൽകുന്ന ഒരു സമയം. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമതകളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ധൈര്യം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിത വിജയത്തിന് അടിത്തറ ലഭിക്കുന്ന പല നല്ല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ്, സൗഭാഗ്യങ്ങളൊക്കെ മീനം രാശിക്കാർക്ക് വന്നു ചേരും. ആരോഗ്യപരമായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. ഇപ്പോൾ 7.5 ശനിയിലെ ജന്മശനി കാലഘട്ടമായതുകൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങൾ, ആ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അത് പ്രായഭേദമന്യേ
ആരാണെങ്കിലും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടു കൂടി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിച്ച് ആരോഗ്യത്തിൽ നല്ലൊരു പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരും. പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയമാണ്. എല്ലാ തരത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സുഖം സമാധാനം ലഭിക്കും. ജീവിതത്തിൽ തന്നെ അപ്രതീക്ഷിതമായ ഉയർച്ചകൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ നിങ്ങൾ മീനം രാശിക്കാർക്ക് വന്നു ചേരുന്ന ഏറ്റവും അത്യുത്തമമായ ഒരു കാലഘട്ടം എന്ന് തന്നെ ഈ ഒരു ശുക്രരാശി മാറ്റത്തെ പറ്റി നമുക്ക് പറയാം. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറുമ്പോൾ തന്നെ ജീവിതത്തിലെ ഒരു പരിധിവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറും. നിങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുന്ന സമയം. അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മീനം രാശിയിൽപ്പെട്ട പലരും ഒരു ഭൂമി വാങ്ങുകയും ഒരു ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കാനാവാതെ പല തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ പകുതി വഴിയിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനുള്ളൊരു ഭാഗ്യവും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കും. ലൗകിക ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ട എല്ലാ നന്മകളും നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, അതുപോലെ ഇപ്പോൾ ഒരു പുതിയ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല വിവാഹം നടക്കുക, അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മീനം രാശിക്കാർക്കും സമയം, കാലം വളരെ വളരെ ഉത്തമമാണ്. ഈ ഒരു സമയത്തെ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തണം. കാലം വളരെ അനുകൂലമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാലുള്ള ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്തെങ്കിലും ജാതകപ്രകാരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വമംഗളങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.